ഇതൊക്കെ നിങ്ങൾ പലതും ചാർത്തി തരാറില്ലേ, അതിൻ്റെ ഭാഗമായിട്ട് വന്നൊരു കാര്യമാണ്. അപ്പോൾ പിന്നെ ഇവിടുത്തെ പ്രശ്നം എങ്ങനെയാണെന്നുള്ളതാണല്ലോ നിങ്ങൾക്ക് അറിയേണ്ടത്. കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് സംസ്ഥാനത്തെ ചില മുഖ്യധാര മാധ്യമങ്ങൾ പുറത്തുവിട്ട ഒരു വ്യാജ വാർത്തയാണ് PK ശ്രീമതി ടീച്ചറെ, CPIMൻ്റെ മുതിർന്ന വനിതാ നേതാവായ PK ശ്രീമതി ടീച്ചറെ മുഖ്യമന്ത്രി തടഞ്ഞുവെന്ന്, CPIMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പങ്കെടുക്കുന്നതിൽ നിന്ന് മുഖ്യമന്ത്രി തടഞ്ഞുവെന്ന വാർത്തയാണ് പുറത്തുവിട്ടത്. അത് അന്ന് തന്നെ PK ശ്രീമതി ടീച്ചറും CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറിയും CPIMൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയും അത് വ്യക്തമായി അതിൻ്റെ നിലപാട് പറഞ്ഞിരുന്നു. അത് വാർത്ത വ്യാജമാണെന്നും അവർ വ്യക്തമാക്കിയിരുന്നു. ഇന്ന് വാർത്താ സമ്മേളനത്തിനിടെ വീണ്ടും ഈ കാര്യത്തെക്കുറിച്ച് CPIM സംസ്ഥാന സെക്രട്ടറിയും ശ്രീമതി ടീച്ചറും വ്യക്തമായ നിലപാട് പറഞ്ഞിട്ടും ഇന്ന് മുഖ്യമന്ത്രിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു. അവർക്കുള്ള ക്ലാസ് മുഖ്യമന്ത്രി എടുത്തു കൊടുത്തു. ആ ക്ലാസ്സിനകത്തുള്ള കുറച്ച് ഭാഗമാണ് പ്രേക്ഷകർ ആദ്യമേ കേട്ടത്. ആ ക്ലാസ് മൊത്തത്തിൽ നമുക്കൊന്ന് കേൾക്കാം. പത്രക്കാർക്ക് അതിനുശേഷം പിന്നെ ചോദ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വായടപ്പിക്കുന്ന ഒരു ക്ലാസ്സാണ് ഇന്ന് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ മാധ്യമപ്രവർത്തകർക്ക് എടുത്തു കൊടുത്തത്. ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ PK ശ്രീമതി ടീച്ചറാണ് വിലക്കി എന്നുള്ള രീതിയിലൊരു വാർത്ത, പ്രായപരിധി ഇളവ് സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കാൻ പാർട്ടിയുടെ എന്തെങ്കിലും തരത്തിൽ ഭരണപ്രകാരം തടസ്സം, ഇതൊക്കെ നിങ്ങൾ പലതും ചാർത്തി തരാറില്ലേ, അതിൻ്റെ ഭാഗമായിട്ട് വന്നൊരു കാര്യമാണ്. അവിടെ ഞാൻ സാധാരണ ഇതിന് മറുപടി പറയേണ്ടതില്ല, എല്ലാവരും വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടി ഞാൻ പറയണമെങ്കിൽ എനിക്ക് പറയുന്നൊരു തടസ്സമൊന്നുമില്ല. പാർട്ടി സെക്രട്ടറിയും ടീച്ചറും തന്നെ വ്യക്തമാക്കി കഴിഞ്ഞതാണ്. എല്ലാം പറയുന്നതിനൊക്കെ തടസ്സമില്ല, ഞാൻ പറയാം. അതായത് ഇതിൽ കണ്ടത് ഞങ്ങൾ കേരള സംസ്ഥാനത്ത് രാജ്യത്താകെ പൊതുവെ എടുത്തൊരു നിലപാടുണ്ട്. 75 വയസ്സ് വരെയാണ് പൊതുവിൽ സഖാക്കളുടെ പ്രവർത്തന കാലയളവ്. 75 വയസ്സ് കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ചില എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. ആ എക്സംഷൻ കിട്ടിയ ഒരാളാണ് ഞാൻ, നിങ്ങൾക്കറിയാമല്ലോ. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ്സിലേക്ക് കിട്ടിയതാണ്. ഈ പാർട്ടി കോൺഗ്രസും ആ എക്സംഷൻ വീണ്ടും നൽകുകയുണ്ടായി. ഇത്തവണ കേരളത്തിൽ അത് കൃത്യമായി തന്നെ നേരത്തെ നടപ്പാക്കി, ഇത്തവണയും നടപ്പാക്കി. ഇത്തവണ നടപ്പാക്കിയപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലുള്ള ശ്രീമതി ടീച്ചർ, AK ബാലൻ, അനാവൂർ നാഗപ്പൻ, ഇത്രയും ആളുകൾ പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഒഴിയേണ്ടതായിട്ട് വന്നു. പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ഘട്ടമായപ്പോൾ മൊത്തത്തിൽ രാജ്യത്തെ സ്ഥിതിഗതികൾ പരിശോധിച്ചു. അപ്പോൾ ശ്രീമതി ടീച്ചർ നല്ല പ്രവർത്തനമാണ് ഈ മഹിളാ രംഗത്ത് കാഴ്ചവെച്ചിട്ടുള്ളത്. വിവിധ സംസ്ഥാനങ്ങളിൽ അവർ പോകുന്നു. പൊതുവെ നല്ല അംഗീകാരം അതിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട്. ആ പ്രവർത്തനം തുറന്നു നടത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ തുറന്നു നടത്തുന്നതിന് അവർ കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടാകുന്നതാണ് നന്നാവുക എന്ന ഒരു പൊതുവായ അഭിപ്രായം വന്നു. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ എക്സംഷൻ കൊടുക്കണം. ആ എക്സംഷൻ കേരളത്തിൻ്റെ ഭാഗമായിട്ടല്ല, കേന്ദ്ര പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതിന് അവരെ കേന്ദ്ര കോട്ടയിൽപ്പെടുത്തി എക്സംപ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ എക്സംപ്റ്റ് ചെയ്ത് ഉൾപ്പെടുത്താൻ നിശ്ചയിച്ചു. ഇതാണ് അവരുടെ എക്സംഷൻ്റെ രീതി. അതവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മഹിളാ രംഗത്താണ് എൻ്റെ പ്രവർത്തനം പ്രധാനമായിട്ട് നടക്കുക എന്നുള്ളത്. അപ്പോൾ പിന്നെ ഇവിടുത്തെ പ്രശ്നം എങ്ങനെയാണെന്നുള്ളതാണല്ലോ നിങ്ങൾക്ക് അറിയേണ്ടത്. അതിൽ അവരിപ്പോൾ സാധാരണഗതിയിൽ അവർ പ്രവർത്തിക്കുന്നത് രാജ്യത്താകെയാണ്, കേരളത്തിലല്ല. എന്നാൽ കേരളത്തിൽ ആണല്ലോ അവർ ജീവിക്കുക. അങ്ങനെ വരുമ്പോൾ കേരളത്തിലുണ്ടാകുന്ന ഘട്ടത്തിൽ സംസ്ഥാന കമ്മിറ്റി യോഗം നടക്കുമ്പോൾ ആ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അവർ പങ്കെടുക്കും. ആ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൻ്റെ ഭാഗമായി ഒരു സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നു വിചാരിക്കുക. ആ സെക്രട്ടേറിയറ്റ് യോഗത്തിലും അവർ പങ്കെടുത്തുനിന്ന് വരും. ഇതാണ് സാധാരണ നിലക്ക് സംഭവിക്കുക. ഇപ്പോൾ ഇവരുടെ കൂടെ ഒഴിഞ്ഞ നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയിലുണ്ടായിരുന്ന AK ബാലൻ, അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ മാത്രമാണ് പങ്കെടുക്കുന്നത്. കാരണം അദ്ദേഹത്തിന് എക്സംഷൻ ഇല്ല. അപ്പോൾ സാധാരണഗതിയിൽ പ്രായം കഴിഞ്ഞാൽ പിന്നീടുള്ള സംഘടനാ ചുമതല നൽകുന്നില്ല. അതാണ് കാണേണ്ടത്. ഈ ശ്രീമതി ടീച്ചറുടെ കാര്യത്തിൽ സംഘടനാ ചുമതല മഹിളാ രംഗത്താണ് നൽകിയിട്ടുള്ളത്. കേരളത്തിലെ പാർട്ടി സംഘടനയുടെ ചുമതല എന്ന നിലക്കല്ല. നേരത്തെ അവർ കേരളത്തിലെ പാർട്ടി സംഘടനയുടെ ചുമതലയിലാണ് നിന്നിട്ടുള്ളത്. അപ്പോൾ 75 വയസ്സ് ബാധകമായി ആ ചുമതലയിൽ നിന്ന് മാറുന്ന നില വന്നിരിക്കുന്നു. അതുകൊണ്ട്
സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നതിനൊരു തടസ്സമില്ല. ആ ഘട്ടത്തിൽ ചേരുന്ന സെക്രട്ടറി യോഗത്തിലും അവരുണ്ടാവും. നേരത്തെ എല്ലാ സെക്രട്ടറി യോഗത്തിലും അവരുണ്ടാവും. എല്ലാ സെക്രട്ടറി യോഗത്തിൻ്റെ ഭാഗമായി വരുന്ന ചുമതലകൾ നിർവഹിക്കുന്ന കാര്യത്തിലും അവരുണ്ടാകും. ആ ഭാഗങ്ങളൊന്നും ഇപ്പോൾ ആ ചുമതലയിൽ വരുന്നില്ല എന്നർത്ഥം. ഇത് മാത്രമേ ഉള്ളൂ. അതാണ് കാണേണ്ടത്. എല്ലാ സെക്രട്ടറി യോഗത്തിലും പങ്കെടുക്കുന്നത് സാധാരണഗതിയിൽ ചുമതല നിർവഹണത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആ ചുമതല നിർവഹണത്തിൻ്റെ ബാധ്യത ഇവിടെ വരുന്നില്ല. ചുമതല നിർവഹണം പ്രധാനമായിട്ട് അഖിലേന്ത്യാ തലത്തിലാണ് നടത്തേണ്ടത്. അതാണ് അതിൻ്റെ പ്രശ്നം.